അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കൊച്ചി. ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ ഐലൻഡ്, കണ്ണമാലി, ചെല്ലാനം, കുമ്പളങ്ങി എന്നീ പ്രദേശങ്ങളാണ് മുമ്പ് കൊച്ചി എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ന് കൊച്ചി കോർപ്പറേഷനും ചുറ്റിപ്പറ്റിയുള്ള നഗരപ്രദേശവും കൊച്ചി നഗരമായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നാലും കൊച്ചി എന്ന പേരിൽ കുറച്ച് പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു താലൂക്ക് ഇന്നും നിലവിലുണ്ട്. നമ്മുടെ കൊച്ചി നഗരസഭയിൽ ഉൾപ്പെട്ട ഇടപ്പള്ളിയിലാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയായ 544, ദേശീയപാത 17 എന്നീ 2 ദേശീയപാതകൾ സംഗമിക്കുന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് വരുന്ന ടെർമിനലിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരിക. ഇത് നമ്മുടെ പെരിയാറിന് കുറുകെ വരുന്ന കാലടിപ്പാലം. മലയാറ്റൂർ മലയുടെ അടിവാരത്തിലുള്ള മണപ്പാട്ടുചിറ നക്ഷത്ര തടാകം എന്ന പേരിലും അറിയപ്പെടുന്നു. പണയേലിപ്പോര് എന്ന ഭാഗത്തെ കാടിൻ്റെ സൗന്ദര്യമാണ് കാണുന്നത്. ഇത് വരുന്നത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയായിട്ടാണ്. ഒരുപാട് മനോഹരമായ സ്ഥലമാണ്. എന്നാലും കൂടി ആക്സിഡൻ്റൽ ഡെത്ത്സ് ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലമാണ്. വിസിറ്റേഴ്സിന് വേണ്ട മാർഗനിർദ്ദേശമൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സഞ്ചാരികൾ അത് കാര്യമായി ശ്രദ്ധിക്കാറില്ല. അതുമൂലം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി കുറേ പേരിവിടെ മരിച്ചിട്ടുണ്ട്. കാണാനൊക്കെ ഒരുപാട് ഭംഗിയുണ്ടെങ്കിലും കൂടി ഇവിടെ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ സഞ്ചാരികൾ വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാൽച്ചൂടും മുന്നോട്ട് വയ്ക്കാനായിട്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇത് ഇത്രയും ഭാഗമാണ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ വൈപ്പിൻ ഫെറി. നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് ഈ വല്ലാർപാടം ടെർമിനൽ. ഇവിടെ നിന്ന് ജങ്കാറിൻ്റെ ഒരു സർവീസും കൂടി നടക്കുന്നുണ്ട്, വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി. ജങ്കാർ സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാറും അങ്ങനെ 2 വീലേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ എത്താവുന്ന രീതിയിലുള്ള ഒരു ഫെറി സർവീസാണത്. ഇത് നമ്മുടെ പൊന്നാരിമംഗലം ടോൾ ബൂത്ത്.
നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള വാട്ടർ മെട്രോൻ്റെ പേരാണ് മുസിരീസ്. ഇതിൽ ആകെ 75 ബോട്ടുകളും 15 റൂട്ടും ഏകദേശം 75 കിലോമീറ്ററുകളുമാണ് ഇതിൻ്റെ യാത്രാപരിധി. ഈ കായലിൻ്റെ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയി വന്നുകൊണ്ടിരിക്കുന്ന കണ്ടൽക്കാടുകൾ ധാരാളമായിട്ട് കാണാം. ഈ കായലുകൾ കയറിക്കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചീനവലകൾ ധാരാളമായിട്ട് കാണാം കേട്ടോ. ഇവിടെ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ ചീനവലകളാണ്, കണ്ടല്ലോ അല്ലേ, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. എവിടെ നോക്കിയാലും ഇത് കാണാം ഈ ഭാഗങ്ങളിലൊക്കെ. എറണാകുളം ഒരു വലിയ ടൗൺ ആണെങ്കിലും ഗ്രാമഭംഗിയുള്ള ഒരുപാട് പ്രദേശങ്ങൾ എറണാകുളത്തും ഉണ്ട്. ചീനവലകളുടെ ഒരു കൂട്ടം തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ട്. ഈ ഭാഗങ്ങളിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം ഈ മീൻപിടുത്താണ് കേട്ടോ. ഭാരതത്തിലെ പ്രകൃതിദത്ത തുറമുഖങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊച്ചി തുറമുഖം. ഇതിന് ഏകദേശം 660 വർഷത്തിലേറെ പഴക്കം ഉണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്ന മുസിരീസ് തുറമുഖം പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് മണൽ വന്ന് നിറഞ്ഞ് ഉപയോഗശൂന്യമായി. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇപ്പോൾ ബോൾഗാട്ടി പാലസ് എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അത് പ്രൈവറ്റൈസ് ചെയ്ത് റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. സുന്ദരിയായ കൊച്ചിയെ ഒന്ന് കറങ്ങി കണ്ട ശേഷം മടങ്ങി പോവുകയാണ്. കൊച്ചി കണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും കൊച്ചിയുടെ ഗ്രാമീണ ഭംഗി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പോകുമ്പോൾ ഇങ്ങനെ കുറേ ഉൾഭാഗങ്ങളിലേക്കായി പോകാൻ ശ്രമിച്ചാൽ നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.